അതായത് പത്മനാഭൻ അമരം എന്ന് വെച്ചാൽ ദേവന്മാരുടെ പ്രഭുവാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ. പക്ഷേ പൂന്താനം നമ്പൂതിരി ആ ഭക്തി ലഹരിയിൽ ഇങ്ങനെ വായിച്ചപ്പോൾ പത്മനാഭവും മരപ്രഭു എന്നായിപ്പോയി. അതായത് അവിടെ സന്ധി വരുന്നുണ്ട്, അമരപ്രഭു എന്ന ആ ഒരു ഇടയിൽ ഒരു സന്ധി വരുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. അങ്ങനെ അദ്ദേഹം മരപ്രഭു എന്ന് വായിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടെ നിന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പോൾ ഈ മരങ്ങൾക്കൊക്കെ ഒരു പ്രഭു ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്, കളിയാക്കി ചോദിക്കുക കേട്ടോ. അപ്പോൾ പൂന്താനം നമ്പൂതിരിക്ക് ആകെ വിഷമായി. കാരണം അങ്ങനെ തെറ്റി വായിച്ചതാണ് എങ്കിൽ കൂടി തൻ്റെ ആ ഒരു ഭക്തി കൊണ്ട് ആ ഒരു ലഹരിയിൽ അറിയാതെ വായിച്ചു പോയതാണ്. പക്ഷെ അതിന് ഇത്രമാത്രം ആക്ഷേപം പൂന്താനം നമ്പൂതിരി അനുഭവിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വിഷമിക്കുകയാണ്. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ശ്രീലകത്ത് നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരുടെ ശബ്ദമായിരിക്കും അത്? സാക്ഷാൽ ഭഗവാന്റെ ശബ്ദം കേൾക്കുകയാണ്. ഭഗവാൻ പറയാ